നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്നും സാധാരണക്കാരിൽ സാധാരണക്കാരനാണെന്നും പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. ആരാണ് പ്രവാചകരെന്ന് ഒരു വേള അത്തരത്തിലുള്ള ആളുകൾ അറിയാത്തതും പഠിക്കാത്തതും കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന വർത്തമാനങ്ങളും ഇത്തരത്തിലുള്ള വാൾ പോസ്റ്റുകളുമൊക്കെ അവർ അടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഈ വിനീതന്റെ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കെ പറയണം, ഇത് ഇന്നത്തെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സദസ്സല്ല. ഇക്കഴിഞ്ഞ 6 ദിവസവും ഇവിടെ നടന്ന ഒരു വഅദ് പോലെയല്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മജ്ലിസാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഇടയിൽ പോകണമെന്ന് നിയ്യത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കിൽ സീറ്റിൽ പിടിച്ചാൽ മതി. കാരണം ഇത് പ്രവാചകരുടെ പൊരുത്തം കിട്ടുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിന്ന് ഇടയ്ക്ക് എഴുന്നേൽക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ പരിപൂർണമായി ഇരിക്കും എന്നുള്ളവർ ഒന്ന് കൈയുയർത്തിക്കുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഉണ്ട്, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട CD കാണാമറിയാത്ത അത്ഭുതങ്ങൾ എന്നുള്ള വിഷയമാണത്. ഖബറിന്റെ അടിയിൽ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂല് ഖബറാളികൾക്ക് നൽകപ്പെടുന്നതാകുന്ന ചില ശിക്ഷകളും അവർക്ക് നൽകപ്പെടുന്നതാകുന്ന ചില ആസ്വാദ്യങ്ങളും മുഹാജിറുകളാകുന്ന സഹാബത്തിന് കൊടുത്തതാകുന്ന ആസ്വാദ്യങ്ങളും പ്രവാചകർ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പ്രഭാഷണം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് കരുനാഗപ്പള്ളി വിനീതൻ ജോലി ചെയ്യുന്ന പള്ളിക്ക് സമീപമുള്ള താച്ചയിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വഅദാണ്. 10,000 പങ്കെടുത്തതാകുന്ന ആ വഅദിന്റെ സദസ്സിലുള്ള ആ പ്രഭാഷണം 300 CD മാത്രമേ ഇന്നിവിടെ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് ഇൻഷാ അല്ലാഹ് വേഗം എല്ലാവരും കൈപ്പറ്റണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യും. അത് കേൾക്കണമെന്ന് പറയാൻ കാരണം ആ വഅദ് കേട്ടിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന രമേശ് എന്ന് പറയുന്ന ഒരു സഹോദര സമുദായത്തിലെ സഹോദരനുണ്ട്. അള്ളാഹു ആ സഹോദരന്റെ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഡോക്ടർ ഹാദിയുടെ ഈമാൻ ഇന്നും ചോദ്യചിഹ്നമായി ജനങ്ങൾക്കിടയിൽ ചാനലുകൾ, പാതിരാത്രി സമയത്തുള്ള ന്യൂസ് അവറുകൾ ഇന്നും ഒരു IS-ന്റെ ഭീകര ദൃശ്യമായി കൊണ്ടുവരുന്ന ഇത്തരുണത്തിൽ രമേശ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ പ്രചോദനദായകമായ ഒരു പ്രഭാഷണമാണത്. അതുകൊണ്ട് തന്നെ അത് കേൾക്കണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. രമേശ് എന്ന സഹോദരൻ വഅദ് കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ അഴീക്കോട് ചെട്ടിയുടെ മണ്ണിൽ നിന്നാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വന്നപ്പോൾ നരകത്തെക്കുറിച്ച് പറഞ്ഞു, കത്തിയാളുന്ന നരകം പറഞ്ഞു. അതിൻ്റെ CD എന്ന എല്ലാ വീടുകളിലുമുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അതിൻ്റെ പറയാൻ ബാക്കി വെച്ചത്, നരകം പറയാൻ ബാക്കി വെച്ചത് എന്ന ഭാഗം പറഞ്ഞു. അതിൻ്റെ CD-യും നമ്മുടെ സംഘാടകർ ഇറക്കി. അതും ഒരുപാട് സഹോദര സഹോദരിമാര് അത് വാങ്ങിയിട്ടുണ്ട്. കിട്ടാത്തവർ സംഘടനയുമായി ബന്ധപ്പെടണം. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ആ പ്രഭാഷണം കേട്ട് ആ വഅദ് കേട്ടത് യൂട്യൂബിലൂടെ ലൈവായി കേട്ടതാകുന്ന രമേശ് എന്ന സഹോദരൻ എങ്ങനെയോ ലിങ്ക് അദ്ദേഹത്തിന് കിട്ടിയതാണ്. കേട്ട പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമീൻ എന്ന് പറയുന്ന ഇതിന്റെ ലൈവ് നടത്തുന്ന സഹോദരൻ, ഞാൻ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി സ്വദേശിക്കാരനാണ്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, കുമ്മന ഉസ്താദിന്റെ വഅദ് ഇനി എവിടെയുണ്ടെങ്കിലും എനിക്കതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെ അദ്ദേഹം ധാരാളം വഅദുകൾ കേട്ടു. ഈ കാണാമറിയാത്ത അത്ഭുതങ്ങൾ എന്നുള്ള ഇപ്പോൾ പ്രകാശനം ചെയ്ത CD, ആ പ്രഭാഷണത്തിനോടുകൂടി അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിപൂർണമായി കടന്നു വരികയും ഇസ്ലാം പുൽകുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈമാനെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ വഅദ് കൊണ്ടൊക്കെ എന്താണ് മാറ്റം എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ്, വഅദ് കൊണ്ട് ഹിദായത്തിലേക്ക് എത്താൻ കഴിയുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം അതാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളാകുന്ന ആയത്തുകൾ അത് ഓതപ്പെട്ട് കഴിയുമ്പോൾ ഈമാൻ വർദ്ധിക്കാൻ, ഈമാൻ അധികരിക്കാൻ. അതുകൊണ്ടാണ് വഅദ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കണ്ടങ്ങൾ ഇടറുന്നത്, നമ്മുടെ സ്വരം ഇടറുന്നത്, നമ്മുടെ നാവുകളിലൂടെ
നമ്മൾ പ്രവാചക പ്രകീർത്തനങ്ങൾ ചൊല്ലുന്നത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാനുള്ള കാരണം ഈ ഇൽമിന്റെ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാകുന്ന ആത്മീയമാകുന്ന അനുഭൂതിയാണ്. ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. മൊബൈൽ ഫോൺ ഉള്ളവരൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. കാരണം ഈ സദസ്സിൽ നിന്ന് ശ്രദ്ധ പോകാൻ പാടില്ല. അതിനുവേണ്ടിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആ പ്രവാചകരെ ഈ ലോകത്തേക്ക് പടച്ചതാകുന്ന അള്ളാഹു ആരാണ് എന്നുള്ളത് പഠിക്കണം. അള്ളാഹു ആരാണ്? പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമമാകുന്ന സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തിലൂടെ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു ആരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ സൂറത്ത്. ആ ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നവനറിയാം ഈ ലോകത്ത് മുസ്ലിം അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്നതാകുന്ന പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് അതോടുകൂടി തന്നെ തിരിയുകയാണ്. ഫാത്തിഹ സൂറത്ത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ, പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തം, ആദ്യ സൂക്തം. ഒരു മുഅ്മിനായ അടിമ ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി പാരായണം ചെയ്യൽ അവന്റെ മേൽ നിർബന്ധിക്കപ്പെടുന്ന സൂക്തവും സൂറത്തുൽ ഫാത്തിഹയാണ്. ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നത് ഓരോ പോയിന്റുകൾ പറഞ്ഞു പോവാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയില്ല. നല്ല ശ്രദ്ധയുണ്ടെങ്കിലേ തിരിയുകയുള്ളൂ. ഒരു മുഅ്മിനായ അടിമ, ഒരു മുഅ്മിനത്തായ സഹോദരി ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യൽ നിർബന്ധമായ സൂക്തമാണ് സൂറത്തുൽ ഫാത്തിഹ. അഥവാ 5 വഖത്ത് നമസ്കാരത്തിൽ 17 റക്അത്തുകളാണ്. ഓരോ റക്അത്തുകളിലും ഫാത്തിഹ ഓതിയിരിക്കണം. ശ്രദ്ധിക്കണേ, അറിവാണ് ഈ പറയുന്നത്. ഇമാം മോദനം, മഅ്മൂം മോദനം. ഇമാമിനോട് നേരത്തെ തന്നെ തുടരുന്ന വ്യക്തിക്കാണ് മഅ്മൂം എന്നുള്ള അറബി പദം ഉപയോഗിക്കുക. ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇമാമിനോട് നേരത്തെ തുടർന്നതാകുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് ഓതണം, ഇമാമും ഓതണം. മല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു കബൂലാക്കുകയില്ല. ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ സ്വഹാബും ഏറ്റവും കൂടുതൽ മുഖ്താറായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇമാമാകുന്ന വ്യക്തിയും ഇമാമിനോട് പിന്തുടരുന്ന മഅ്മൂമും ഫാത്തിഹ സൂറത്ത് പരിപൂർണമായി ഓതൽ നിർബന്ധമാണ്. ഓതിയെങ്കിലേ അവരുടെ നമസ്കാരം സ്വഹീഹ് ആവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. ഇത് പഠിക്കണം നമ്മൾ. അതുകൊണ്ടാണ് പല ആളുകളും നമസ്കാരത്തിൽ അശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. പലരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മഅ്മൂം എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം തറാവീഹ് നമസ്കാരത്തിൽ മിക്ക സഹോദരങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ കാര്യമല്ല, കാരണം അവരധികവും വീട്ടിലാണ് നമസ്കരിക്കുക. ഇനി അഥവാ ജമാഅത്തിൽ തന്നെ നമസ്കരിച്ചാൽ തന്നെ, അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ജമാഅത്തായി നമസ്കരിച്ചാൽ തന്നെ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഫാത്തിഹ സൂറത്ത് ഓതണം. സൂറത്ത് ഓതിയില്ലെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്തു ശരിയാവൂല? നമസ്കാരം ശരിയാവുകയില്ല. മസ്ബൂക്കായ വ്യക്തിയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. മസ്ബൂക്ക് മഅ്മൂം രണ്ടും രണ്ടാണ്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്ന ആളാണ്.
നേരത്തെ തുടരാൻ പറ്റിയില്ല. ഇമാമിന്റെ നമസ്കാരം തുടങ്ങി, ഇമാമ റുക്കോയിലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് നമസ്കരിക്കുന്നവൻ, അവന് ചിലപ്പോൾ ഒരുപക്ഷേ ഫാത്തിഹ സൂറത്ത് ഓതാൻ സാധിക്കൂല. കൈ കെട്ടുമ്പോൾ തന്നെ ഇമാമ റുക്കോയിലേക്ക് എത്തി, അവൻ വേഗം തന്നെ റുക്കോയിലേക്ക് വന്ന് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം പറയലോടുകൂടി ആ റക്അത്ത് അവന് കിട്ടുകയാണ്. അവൻ എന്ത് നിർബന്ധമില്ല, ഫാത്തിഹ ഓതേണ്ടതില്ല, അവന്റെ ഫാത്തിഹ ഇമാം വഹിച്ചുകൊള്ളും. ഇതൊരു മസലയാണ് ഈ പറഞ്ഞത്. അപ്പം മസ്ബൂക്കല്ലാത്ത അഥവാ പിന്തുടരാത്തതാകുന്ന ആള്, നേരത്തെ തുടർന്നതാകുന്ന ആളാകുന്ന മഅ്മൂമും ഇമാമും എന്ത് നിർബന്ധമാണ്? ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ, മുൻഫരിദാകുന്ന വ്യക്തി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദരി, അവളും എന്തോതിയേ പറ്റൂ? ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റുള്ളൂ. ഒരു ദിവസത്തിൽ 17 റക്അത്താണ് 5 വഖത്തിലൂടെ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുന്ന സഹോദരനും സഹോദരിയും എത്ര പ്രാവശ്യം ഓതുന്നുണ്ട് ഫാത്തിഹ? 17 പ്രാവശ്യം അവർ പാരായണം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ. നമ്മൾ അറിയുന്നില്ല 17 പ്രാവശ്യമാണ് ഡെയിലി നമ്മൾ ഫാത്തിഹ ഓതുന്നത്. ആ ഫാത്തിഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹു ആരാണ് എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു. ഇതാണ് ബിസ്മിയുടെ അർത്ഥം. ഒരർത്ഥമാണ് ഈ പറഞ്ഞത്, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ അള്ളാഹു ആരാണ്? റഹ്മാൻ റഹീം എന്ന വിശേഷണം കൊണ്ട് ഉത്കൃഷ്ടനായ വ്യക്തിയാണ് അള്ളാഹു. എന്താണ് റഹ്മാന്റെ അർത്ഥം? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അർ റഹ്മാൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പ്രത്യേകമായി ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ റഹീം. രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്. ഏകദേശ ലഫ്ളുകൾ ഒരേ മോഡലാണെങ്കിലും രണ്ടിന്റെയും അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരർത്ഥമാണ് ഈ പറഞ്ഞത്. ധാരാളം അർത്ഥങ്ങൾ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന ഒരു അർത്ഥമാണ് ഈ പറഞ്ഞത്. റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വ വെച്ച് ജീവിക്കുന്നതാകുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് നാളെ ആഖിറത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനാകുന്ന തമ്പുരാൻ. അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടു. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. എത്രയോ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. നമുക്കറിയില്ലേ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ നാമങ്ങളുണ്ട്. അത്ര പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു വിവിധ സൂറത്തുകളിൽ വിവിധ ആയത്തുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു ഖുദ്ദൂസാണ്, അവന് പരിശുദ്ധനാണ്. അസ്സലാം, അവന് രക്ഷകനാണ്. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനാണ്. അൽ മുതകബ്ബിർ, അവൻ അഹങ്കാരിയുമത്രേ. ഇതൊക്കെ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. മുതകബ്ബിർ, അഹങ്കാരി, ഇത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ്. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അവൻ തന്ത്രജ്ഞനാണ്, തന്ത്രജ്ഞനാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയോ നാമങ്ങൾ, 99 നാമങ്ങളുണ്ട്. ഇതിപ്പോ സൂറത്തുൽ ഹശ്റാണ് ഈ ഓതിയത്. സൂറത്തുൽ ബുറൂജിന്റെ അവസാനത്തിൽ കാണാം വഹുവൽ ഗഫൂറുൽ വദൂദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്
അല്ലാഹു ഗഫൂറാണ്, അവന് പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അൽ വദൂദാണ്, അവൻ സൃഷ്ടികളോട് വല്ലാതെ ഇഷ്ടം വെക്കുന്നവനുമത്രേ. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ 99 മഹത്തായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. റഹ്മാൻ റഹീം എന്ന നാമം ഉൾപ്പെടെ അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 നാമങ്ങൾ അറിയപ്പെട്ടതുണ്ട്. ശ്രദ്ധിക്കണേ, അറിയപ്പെട്ട നാമങ്ങൾ. ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹുവിന് 4000 നാമങ്ങളുണ്ട്. അതിൽ ഇത്ര 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത്, 1000 നാമങ്ങൾ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഹദീസുണ്ട്. സമയമില്ല. നമുക്ക് പറയേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. അത് കാരുണ്യം വിശുദ്ധ ഇസ്ലാമിൽ എന്ന് പറഞ്ഞ് വിനീതന്റെ പ്രഭാഷണം യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിൽ ഇത് കൂടുതലായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള 99 നാമങ്ങൾ ഉണ്ടായിരിക്കെ അവൻ തെരഞ്ഞെടുത്ത പദം ഏതാണ്? റഹ്മാൻ റഹീം എന്നുള്ളതാകുന്ന 2 വസുഫുകളെ മാത്രമാണ് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത്. ഗഫൂർ എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല, വദൂദ് എന്ന പദത്തെ അള്ളാഹു കൊണ്ടുവന്നില്ല. റഹ്മാൻ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത പദം റഹീം എന്ന പദത്തിന് പകരം അള്ളാഹുവിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും 97 നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നാമം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്തത് ഏത് പദമാണ്? റഹീം എന്ന പദം തന്നെയാണ്. അഥവാ അള്ളാഹു ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നുള്ളത് വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് അങ്ങനെ തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ആയത്തിലും കൊണ്ടുവരുന്നത് അർ റഹ്മാനി അർ റഹീം എന്ന പദമാണ്. വളരെ ശ്രദ്ധിക്കണേ. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആനിനെ കുറിച്ച് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തിയത് ഖുർആൻ മൂജസായ കലാം എന്നാണ്. മൂജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുറഞ്ഞ വാക്കേ ഉള്ളൂ, ആവശ്യമില്ലാത്ത തക്കറാറ് കറാത്തില്ല, ആവർത്തനം അതിലില്ല. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിൽ പിന്നെന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാനിർ റഹീം എന്ന പദത്തെ വീണ്ടും ആവർത്തിച്ചതെന്തിനാണ്? ഉലമാക്കൾ പഠിപ്പിക്കുന്നു, അത് ആവർത്തനമല്ല, മറിച്ച് അള്ളാഹു കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് ജനസഹസ്രങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉറപ്പിക്കുകയാണ്, അടിത്തട്ട് പാകുകയാണ്. قال رسول الله صلى الله عليه وسلم إن لله اسم مئة إلا واحدا فمن أحصاها دخل الجنة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് 99 മഹത്തായ നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങളെ ആരൊരുവൻ മനഃപ്പാഠമാക്കുന്നുണ്ടോ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ തുടക്കത്തിൽ ആദ്യമായി അഴീക്കോട് ജട്ടിയിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, അടുത്ത വർഷം വരുമ്പോൾ ഒരാളും ഉണ്ടാവരുത് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാത്തവരായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. എത്രയോ സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ പഠിച്ചവരാണ് നമ്മൾ. അഴീക്കോട് ജട്ടിയിൽ എൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരുടെ ചുണ്ടിൽ ഇനി ഉണ്ടാവേണ്ടത് റഹ്മാനായ റഹീമാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ 99 നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ് യാ മുദിൽ യാ സമീഉ യാ ബസീർ യാ ഹകം യാ അദിൽ യാ ലതീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ വാസിഉ യാ ഹകം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വഖീൽ യാ ഖവി യാ മതീൻ യാ വലി യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദ് യാ മുഹീ യാ മുമീത് യാ ഹയ്യ് യാ ഖയ്യൂം യാ വാജിദ് യാ മാജിദ് യാ
വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദമു യാ മുഅഖറു യാ അവ്വലു യാ ളാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുൻതഖിമു യാ അഫൂ യാ റഊഫ് യാ മാലിക്കൽ മുൽക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത് യാ ജാമിഉ യാ ഗനിയു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂറു യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിസു യാ സബൂർ ജല്ല ജലാലഹു. റബ്ബിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. ദുആന് ഉത്തരം കിട്ടും തീർച്ചയാണ്. ഇതാര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദൂഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ടത്രേ, മഹത്തായ നാമങ്ങളുണ്ടത്രേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദൂഹു ബിഹാ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആ 99 നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർച്ചയായും ഉത്തരം കിട്ടും, തീർച്ചയായും ഉത്തരം കിട്ടും. എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് നീ ഖേദിക്കേണ്ട പെണ്ണെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലി. വലിയ വലിയ ആലിമീങ്ങൾ, എന്റെ വല്ലുപ്പ ശൈഖുന തഴവാ ഉസ്താദ് അടക്കം സുബഹി നമസ്കരിച്ചിട്ട് 11 പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇരുന്നിട്ട് ദിക്റും ഔറാദും ദുആയൊക്കെ കഴിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയിട്ടായിരുന്നു അവിടുന്ന് ഒന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞിരുന്നത്. അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു. സുബഹി നമസ്കരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന്റെ ഔറാദുകളും കാര്യങ്ങളും പറഞ്ഞു. അൽഹംദുലില്ലാഹ് 10,000 ആളുകളാണ് ഇന്നത് അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നിതാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അങ്ങനെ ഉരുവിടുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ചോദ്യം ഉറപ്പായിട്ടും അല്ലാഹു എന്ത് നിയ്യത്തുകളാണോ അതെല്ലാം തന്നെ ഹാസിലാക്കി തരും. ചോദ്യം തട്ടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? ഈ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മനഃപ്പാഠമാക്കിയാൽ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന ലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സാബാ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങളെ മനഃപ്പാഠമാക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അവന് സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ് ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ സഹാബാ ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ലൗഹുൽ മഹ്ഫൂസിൽ അവനെ രേഖപ്പെടുത്തിയത്രേ, എഴുതിയത്രേ. മലക്കുകൾ മുഖേന ഇതാ ലൗഹുൽ മഹ്ഫൂസിൽ എഴുതുകയാണ്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി. എന്റെ കാരുണ്യം എന്റെ കോപത്തേക്കാൾ മികക്കുന്നതാണ്, എന്റെ കോപത്തേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്റെ കാരുണ്യമെന്ന് അല്ലാഹു ലൗഹുൽ മഹ്ഫൂസിൽ എഴുതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു ആരാണെന്നുള്ളത് ഇതോടുകൂടി നമ്മൾ പഠിച്ചു. അല്ലാഹു ആരാണ്? റഹ്മാനും റഹീമുമാണ്, കരുണാവാരിധിയും കരുണാമയനുമാണ്. ഇനി അവന്റെ ഹബീബ് ആരാണെന്ന് പഠിക്കാൻ ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം പോകുന്നത്. അവന്റെ ഹബീബ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി.
ആ മുഹമ്മദ് നബി ആരാണ്, എന്താണ് ആ നബിക്കുള്ള ശ്രേഷ്ഠത, എന്താ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. നബി എന്താണ് ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് അള്ളാഹു തന്നെ പറയട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അല്ലാഹു റഹ്മാനും റഹീമുമാണ്, അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ശ്രദ്ധിക്കണം, റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകർക്ക് മുഴുവനും കാരുണ്യം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആരാൻ? അല്ലാഹു ആരാൻ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവലോക സംരക്ഷകനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാ. റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ ലോകർക്ക് മുഴുവനും ലോകത്തിലുള്ള സർവരുടെയും തമ്പുരാനാണ്, തമ്പുരാനാ. അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന നബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകൻ. ആര്? അല്ലാഹു. അതേ പദം മുഹമ്മദ് നബി ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ മുഴുവനും കാരുണ്യം. ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബി അല്ലാഹു അയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെ എടുത്തു പരിശോധിച്ചാലും അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തേക്ക് മുഴുവനുമായിട്ടും അല്ലാഹു അയച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് മുഖദ്ദിമ പറയാണ് നബിയെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നബിയുടെ മദ്ഹുകൾ പറയാം. നബി ആരാണെന്നുള്ള ആദ്യം പഠിക്കണം. കുറച്ച് ബുദ്ധിപരമായി ചിന്ത ഉൾക്കൊള്ളുന്നവർക്കാണ് ഇത് പഠനം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് പഠിച്ചു? റബ്ബുൽ ആലമീനാൻ, സർവ്വലോക പരിപാലകനാൻ. അവന്റെ ഹബീബ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനാൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം, ആ ഹബീബാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിട്ടാണ് ലോകത്തേക്ക് മുഴുവനും പ്രബോധനവുമായിട്ട് അയച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർ, അതിൽ 312 മുർസലീങ്ങളടക്കം 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് എവിടേക്കാണ്? കേവലം ഒരു ഗോത്രത്തിലേക്ക്, കേവലം ഒരു പട്ടണത്തിലേക്ക്, കേവലം ഒരു ഗ്രാമത്തിലേക്ക് മാത്രമാണ്. ഒരു വൻകരയിലേക്ക് പോലും ഒരു പ്രവാചകൻ അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുർആനിക വായനയാണ് ഇന്നത്തെ ദിവസം, ഖുർആനിക ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി ആരാൻ? ശ്രദ്ധിച്ചോണം. ഓരോരോ പ്രവാചകന്മാരെ ഞാൻ എണ്ണി 1-2 ആളുകളെ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ وإلى مدين أخاهم شعيبا. പരിശുദ്ധ ഖുർആൻ ഓരോരോ പ്രവാചകന്മാരെ പറയാം. 3 പ്രവാചകരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കും. ഹൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും. ഒരു പ്രവാചകർക്കിടയിൽ നമുക്കെന്തില്ല? വിവേചനം പാടില്ല. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മറ്റുള്ള പ്രവാചകരെ കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുക. അത് നമ്മുടെ സമുദായത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം അത് നമ്മൾ നേരത്തെ തന്നെ അതിനൊരു കരാറിട്ടിട്ടുണ്ട്. ആമന റസൂലു അറിയില്ലേ? ആമന റസൂൽ അറിയില്ലേ? അതിനർത്ഥം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഉറക്കെ പറയാത്തത്. എന്താണ് ആമന റസൂൽ? آمن الرسول بما أنزل إليه من ربه والمؤمنون كل
بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ശുദ്ധ ഖുർആൻ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവിന്റെ പരിപാടിയില്ല. ശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആമന റസൂലി മാത്രം ഓതിയിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം പഠിക്കണം. അതുകൊണ്ട് എന്ത് വേണ്ടില്ല? പിന്നെന്താ ഉസ്താദെ നമ്മൾ മുഹമ്മദ് നബി ഇത്ര വർണ്ണിക്കുന്നത്? അത് സൂറത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു ദറജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പൊക്കി പറയും. അത് പറയാൻ നമ്മളോട് പറഞ്ഞ വസ്തുതയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേര് ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഉറക്കെ നമ്മൾ ചെല്ലണം. ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അള്ളാഹു അയച്ചത്? എവിടേക്ക് മാത്രമാണ്? വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദെ? ഖുർആനിലുണ്ട്. ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹിസ്സലാം? ഹൂദ് നബി അലൈഹിസ്സലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേര് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മറിയം. ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാകൂ. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നബിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് ഇതാണ്. നബി സാധാരണക്കാരനല്ല എന്നതിലേക്കുള്ള ഒരു സൂചികയാണിത്. ആ പ്രവാചകന് മുമ്പോ ശേഷം പ്രവാചകരില്ല. മുമ്പുള്ള ഒരാളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനായിട്ട് പോയിട്ട് ഒരു വൻകരയിലേക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അടുത്ത പ്രവാചകൻ 1-2 പേരെ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ തപ്പിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഇലാ സമൂദ അഖാഹും സാലിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത് എവിടേക്ക് മാത്രം? സമൂദ് എന്ന് പറയുന്ന ഗോത്രത്തിലേക്ക് മാത്രം. ഗോത്രമാണ്, ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പോയി പ്രബോധനം നടത്തുന്ന പറഞ്ഞ് ആരയച്ചത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്.
സാലിഹ് നബി ആരാ? സാലിഹ് നബി വലിയൊരു സംഭവമല്ലേ. അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖത്തല്ലാഹ്, അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിനും ഉണ്ടായിരുന്നു ഒട്ടകം, ഇന്നുമുണ്ട് ഒട്ടകം. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഒളബാ എന്ന ഒട്ടകമായിരുന്നു. എന്താണ് നബിയുടെ ഒട്ടകത്തിന്റെ പേര്? ഒളബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ്. നമുക്കുണ്ടാവുമല്ലോ വണ്ടി അല്ലേ, വാഹനം ഉണ്ടാവും, പേരെന്തായിരിക്കും? BMW അല്ലേ, മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഇന്നോവ, ഇങ്ങനെ ഓരോ വണ്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആൾട്ടോ ഉണ്ടാവും, 800 ഉണ്ടാവും, സൈക്കിൾ ഉണ്ടാവും, ഇങ്ങനെ ഓരോരോ പേര്. അള്ളാന്റെ റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ പേര്, നബി നിങ്ങളുടെ വാഹനത്തിന്റെ പേരെന്താണ്? ഒളബാ എന്നായിരുന്നു. ബുറാഖല്ല, അതിനെക്കുറിച്ചല്ല, നബി ഭൂമിയിൽ ഓടിച്ചു നടന്ന വാഹനത്തെ കുറിച്ചായി പറഞ്ഞു. ഒളബാ ഒരൊട്ടകത്തിന്റെ പേര്. അപ്പൊ അന്നും ഇന്നും എന്നും ഒട്ടകമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൽ നാഖത്തല്ലാഹ് എന്ന് പറഞ്ഞത് ആരുടെ ഒട്ടകത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ? ആരുടെ ഒട്ടകമാണ്? സാലിഹ് നബിയുടെ ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കണമെങ്കിൽ, സാലിഹേ സാലിഹേ, ആ കാണുന്നതായ പർവ്വതത്തിനിടയിൽ നിന്ന് നീ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ. ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാനും കഴിയണേ എന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു അപാരമായ മുഅ്ജിസത്ത് കൊടുക്കുകയാണ്, അമാനുഷികമാകുന്ന ശക്തി കൊടുക്കുകയാ. തന്റെ ചൂണ്ടുവിരലിന് ഉയർത്തിയപ്പോ അതാ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു സുന്ദരിയാകുന്ന ഒട്ടകത്തെ അല്ലാഹു പുറപ്പെടുവിക്കുകയാണ്. വിരൽ ചൂണ്ടിയിട്ട് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന്? പാറക്കെട്ടിനിടയിൽ നിന്ന്. ആര്? സാലിഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ടോ ഉസ്താദേ? ഉണ്ട്, ഖുർആനിലുണ്ട്. സൂറത്തു ശംസ്. നമ്മൾ ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ പറയുകയാണെങ്കിൽ 10 ദിവസം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ് വേണം. കാരണം അത്രത്തോളം ചരിത്രങ്ങളുണ്ട് ഖുർആനിൽ. നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സിനിമാ നടന്മാരുടെ, നടിമാരുടെ, അവരുടെ ചരിത്രം, ഇവരുടെ ചരിത്രം, ഇതൊന്നും ഒരു കാര്യമില്ല. ഇതിലൊന്നും ഒരു ഫായിദയില്ല. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ഖുർആൻ പറഞ്ഞ കുറേ ചരിതങ്ങൾ പഠിക്കുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചരിത്രമാണ് സാലിഹ് നബിയുടെ ഒട്ടകം. ഈ ഒട്ടകത്തെ അല്ലാഹു കൊടുത്തിട്ട് അല്ലാഹു പറയാൻ, അല്ലാഹുവിന്റെ ഒട്ടകമാണ് ഈ ഒട്ടകം. അല്ലാഹു നൽകിയതാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ നിങ്ങൾ കൊന്നു കളയരുതേ എന്ന് പറഞ്ഞപ്പോ അവരിൽ അതാ ഒരാൾ കടന്നു വരുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി അറുത്ത് കളയുകയാണ്. അതിനെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, യാ റസൂലല്ലാഹ്, മൻ അശ്ഖൽ ഖൗം, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ഈ സദസ്സിലൂടെ പഠിക്കാൻ. ഏറ്റവും വലിയൊരു ഗുണ്ട പേര് പഠിക്കണ്ടേ സനൂപേ? ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ പേര് എന്താണ്? അള്ളാന്റെ റസൂല് പറയാണ്. ഉടനെ നബിയോട് ചോദിച്ചു, മൻ അശ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ പരാജിതൻ, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദാർ ഇബ്നു സാരിഫ്, ഖുദാറാൻ അല്ലദീ
ഹഖറ നാഖതല്ലാഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു കൊടുത്തതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ ഖുദാറാണ് ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ പിന്നെ അപ്പീലില്ല. നബി പേര് വെച്ച പിന്നെ പേര് വെച്ചതാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ എപ്പോഴും പൂച്ചയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു കുഞ്ഞു പൂച്ചയെ തോളത്തിട്ടുകൊണ്ട് എപ്പോഴും നടക്കും. എവിടെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ പൂച്ചയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു അബൂ ഹുറൈറ, യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച, ഹുറൈറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൂച്ച. യാ അബാ ഹുറൈറ, അല്ലയോ കുഞ്ഞു പൂച്ചയുടെ പിതാവേ. പിന്നെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള എന്ന പേര് തന്നെ ഇല്ലാതായി. ഹദീസുകൾ കാണാം. ലക്ഷക്കണക്കിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തിയാണ് അബൂ ഹുറൈറ. നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നബിതങ്ങൾ അങ്ങനെ നടന്നു, നബിതങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ പറയുന്ന മഹാനുഭാവനാണ് ആര്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് പോലും അൻ അബ്ദുല്ലാഹി എന്ന് നിവേദനം ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ടുള്ളത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുഞ്ഞുപൂച്ചയുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരാണ് ഈ കുഞ്ഞുപൂച്ചയുടെ പിതാവ്? അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വീണത്? കുഞ്ഞുപൂച്ചയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് എപ്പോഴും നടന്നപ്പോൾ അള്ളാന്റെ റസൂൽ ഓമനിച്ച് വിളിച്ചു അദ്ദേഹത്തെ യാ അബാ ഹുറൈറ, കുഞ്ഞുപൂച്ചയുടെ പിതാവ് എന്ന്. ചരിത്രത്തിൽ ഇന്ന് വരെ ആ പേര് മാറ്റിയിട്ടില്ല. നബി പേര് വിളിച്ചാൽ പിന്നെ അങ്ങനെയാണ്. ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഖുദാർ. പഠിച്ചു വെച്ചോ. പേരൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങൾ എഴുതി വെക്കും. കാരണം എന്താ? മക്കൾക്ക് ഇടാൻ വേണ്ടി. എന്നെ പെണ്ണുങ്ങളെ ഇതിട്ടേക്കല്ലേ, നീ ഇടാ പേര് കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. കാരണം വല്ല കിസ്സൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി. അല്ലാതെ ഇത് മക്കളുടെ പേരായിട്ട് നല്ല പേരല്ലോ, ഇതുവരെ ആർക്കും ഇല്ലാത്ത പേര് ഇന്ന് തന്നെ ഇട്ടേക്ക്, എൻ്റെ മോന് ഖുദാറെന്ന് ഇടണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹികളാകുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഖത്തല്ലാ എന്ന് അല്ലാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞതാകുന്ന അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് എവിടേക്ക് മാത്രമാണ്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. എവിടേക്കല്ല? ഒരു സമൂഹത്തിലേക്കല്ല, പിന്നെ ഒരു വൻകരയിലേക്കല്ല, ഇവിടെങ്ങും ഒരു പട്ടണത്തിലേക്കല്ല, ഒരു പ്രവിശ്യയിലേക്കല്ല. എവിടേക്ക് മാത്രം? ഒരു ഗോത്രം. ആ ഗോത്രം മാത്രം പോയി പ്രബോധനം നടത്തിയാൽ മതി. വേറൊരു പരിപാടിയില്ല. ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബിയോ ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ട വ്യക്തിയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദിയന അഖാഹും ശുഐബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ളതായ മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത്. ശുഐബ് അലൈഹിസ്സലാം. ഉറക്കെ പറയൻ, ശുഐബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ എവിടേക്ക് മാത്രം അയച്ചത്? യമനിലെ ഇറം എന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അയച്ചത്. ഇതാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുക. വളരെ ശ്രദ്ധിക്കണം. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് നിസാരപ്പെട്ട പ്രവാചകനല്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടിയാണ് ബഹുമാനപ്പെട്ട മരുമകനായ മൂസാ നബിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുത്തത്. ആ വടിയാണ് ചെങ്കടലിലടിച്ചപ്പോ രണ്ട് ഭാഗത്തേക്കായി ചെങ്കടൽ മാറി നിന്നത്. അതിലൂടെയാണ് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടത്. ആ ചെങ്കടലാണ് ഫിർഔനെയും കൂട്ടാളികളെയും അല്ലാഹു മുക്കി കൊന്നുകളഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഏത് വടി ആര് കൊടുത്തതാണ്? ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്തതാണ്. അമ്മായി അപ്പൻ കൊടുത്ത വടിയാണ്. തൻ്റെ ഭാര്യയുടെ ഉപ്പയാണ്, മൂസാ നബിയുടെ ഭാര്യയുടെ ഉപ്പയുടെ പേരാണെന്ത്? ശുഐബ് നബി അലൈഹിസ്സലാം. ഇതൊക്കെ പ്രവാചകന്മാരുടെയാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളുടെ പേരെന്താ? സഫൂറ ബീവി. മൂസാ നബിയുടെ ഭാര്യയുടെ പേരെന്താണ്? സഫൂറ ബീവി. നല്ല പേരാണ്.
സഫൂറ ബീവിയുടെ ഉപ്പയാണ് ആര്? ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഷുഐബ് നബിയുടെ കയ്യിലിരുന്ന വടിയാണ്. അല്ല, ചില താരീഖുകളിൽ കാണാം അത് ആദം നബി അലൈഹി സ്വലാം മുതൽ കൈമാറ്റം ചെയ്യപ്പെട്ട വടിയാണ്. ഒരു സാധാരണ വടിയല്ല, ഒരു അമാനുഷികതയുണ്ട് ആ വടിക്ക്. ആ വടിയാണ് നിലത്തേക്കിടുമ്പോൾ പാമ്പായി സർപ്പമായി മാറുന്നത്. ആ പാമ്പിന്റെ വാലിൽ പിടിക്കുമ്പോഴാണ് വീണ്ടും പഴയതുപോലെ വടിയായി പരിണമിക്കുന്നത്. ഭയങ്കര വടിയാണത്. മൂസാ നബിയുടെ വടി കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ട്. വലിയ വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. ആ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും അള്ളാഹു എവിടേക്ക് മാത്രം അയച്ചത്? കേവലം മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രം. വഇലാ മദിയന അഖാഹും ശുഐബാ. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. മദിയൻ എന്ന് പറയുന്ന സ്ഥലം ഇന്നുമുണ്ട്. ഇന്ന് അവിടേക്ക് ആര് പ്രവാചകനല്ല? ഷുഐബ് നബി അലൈഹി സ്വലാം പ്രവാചകനല്ല. ശ്രദ്ധിക്കണേ. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ എപ്പോൾ മാത്രമാണ് പ്രബോധനത്തിന് വേണ്ടി അയച്ചത്? ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രവാചകനാക്കിയതാകുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന യമനിലെ ഇറമെന്ന് പറയുന്ന ദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അന്ന് ജീവിച്ചിരുന്നതാകുന്ന ജനങ്ങളിലേക്ക് മാത്രമാണ് ഷുഐബ് നബി നിയോഗിതനായിട്ടുള്ളത്. അതിന് ശേഷം ഇല്ല. മനസ്സിലാക്കണം. അതിനുശേഷം ഇന്നും എന്തുണ്ട്? മദിയൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇന്ന് അവിടെ കാര്യമില്ല. ഷുഐബ് നബി പ്രബോധകനല്ല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്ന് അവിടേക്കും പ്രബോധകനാണ് ആര്? മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പഠിക്കേണ്ട വിഷയം. ആ സമൂഹത്തിലേക്ക്, അക്കാലഘട്ടത്തിലെ ജനതയിലേക്ക് മാത്രമായിട്ടാണ് ഷുഐബ് നബി അയച്ചത്. ഇനി മരുമകൻ എവിടെയാണ്? ഷുഐബ് നബിയുടെ മരുമകൻ എവിടേക്ക് അയച്ചത്? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലെ ജനതയിലേക്കും റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫിർഔനിലേക്കും മാത്രമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ഫിർഔൻ അതാരാണ്? റംസീസ് രണ്ടാമൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. വളരെ ശ്രദ്ധിക്കണേ. പല ആളുകളും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, എല്ലാ ഫിർഔനും ലഅനത്തുല്ലാഹി അലൈഹി അല്ല, അഥവാ ശപിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളല്ല. മനസ്സിലാക്കണം. ശപിക്കപ്പെടേണ്ട ആളുകളല്ല. എന്തേ കാരണം? ബനു ഇസ്രായേൽ സമൂഹത്തിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാകുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്ത്? ഫിർഔൻ എന്ന പേര്. മനസ്സിലാക്കണം. ഫിർഔൻ എന്ന പേര് ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ബനൂ ഇസ്രായേൽ ജനതയിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. ചില ഫിർഔനുകൾ എന്താണ്? പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരുമാണ്. റളിയല്ലാഹു അൻഹു പറയേണ്ട ആളുകളുണ്ട്. മനസ്സിലായോ? പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് ഏത് വ്യക്തിയിലേക്കാണ്? റംസീസ് രണ്ടാമനിലേക്കാണ്. അദ്ദേഹമാണ് ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹത്തെയാണ് എവിടെ മുക്കിക്കൊന്നിട്ടുള്ളത്? ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ. സ്വല്പം ബുദ്ധി കൊടുക്കുന്നവരൊക്കെ തിരിയുള്ളൂ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പഠിച്ചു കിട്ടിയാൽ റാഹത്താണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔനിലേക്കാണ് ആരെ അയച്ചത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. അദ്ദേഹത്തിലേക്കും ആ കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്കും മാത്രം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. അക്രമിയായ ഫിർഔനിലേക്ക് നീ പോകുക. ഏതാണ് ഫിർഔൻ? റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഫിർഔനിലേക്ക് മാത്രമാണ് നിന്നെ നാം നിയോഗിച്ചത്. അവന്റെ ജനതയിലേക്കും വേറെ എവിടേക്കുമില്ല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കിയാൽ നേരം വെളുക്കും. അത് തന്നെ പറഞ്ഞിരുന്നാൽ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ തന്നെ പോകും. ഇപ്പൊ തന്നെ സമയം എത്ര? 10 1.5 മണിക്കൂർ. എത്ര മണിക്ക് തുടങ്ങി? 9 തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
അപ്പൊ ഈ ഫിർഔൻ രണ്ടാമൻ, റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്കും അദ്ദേഹത്തിന്റെ ജനതയിലേക്കും മാത്രമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും. ഇനിയാണ് ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയുന്നത്, നല്ലതുപോലെ ചിന്ത വെക്കുക. ഈ ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന്, ദൈവം നിയോഗിച്ചത് എന്ന് വാദിക്കുന്ന ചില ആളുകൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാനതിനാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ലോകരിലേക്ക് മുഴുവനും നിയോഗിതനായ വ്യക്തി അല്ല. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാ മസലൻ ലിബനി ഇസ്രായീൽ. ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചൊരിഞ്ഞതായ വ്യക്തിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഈസാ നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി, ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട്. ഉപ്പയില്ലാതെ ജനിച്ച വ്യക്തിയാണ് സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഉറക്കെ പറയുന്നു, ഈസാ അലൈഹിസ്സലാം വലിയ മഹാനാണ്. മൗലൂദ് വരുമ്പോൾ മാത്രം, മങ്കൂസ് മൗലൂദ് വരുമ്പോൾ ഉടക്കം പറയും, ഈസാ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം എന്താ, ചീരണി വിട്ടുമല്ലോ എന്ന്. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടും ഉണ്ടായിരിക്കണ്ട. ഉറക്കെ ചൊല്ലിക്കോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിസാരവൽക്കരിക്കുക. അതാണ് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോണം, സയ്യിദുന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാൻ, അദ്ദേഹം വീട്ടിനുള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വിളിച്ചു പറയും, സയ്യിദുന ഈസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയ പറയും, എടാ നീ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ എന്ന് ഈസാ നബി പറയും. മാകുന്തും തദ്ഖിറൂന ഫീ ബിയൂത്തിക്കും. ഖുർആൻ പറയാൻ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാകുന്ന രത്നങ്ങളും പവിഴങ്ങളും മാണിക്യങ്ങളും വൈഡൂര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, എവിടേക്ക് ഒളിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം വിളിച്ചു പറയും സയ്യിദുന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. യുവാക്കൾ ചെറുപ്പക്കാരായിരുന്നു. അല്ലാഹു ഇന്നില്ലായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ ഫിലിമിന്റെ CD ഒക്കെ അവിടെ ഇരുന്നത് മൊത്തം ഇപ്പൊ പറഞ്ഞാൽ എവിടെയൊക്കെ ഇരിക്കുന്നതെന്നുള്ളത് എല്ലാം വെളിപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. വശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗികളാകുന്ന ആളുകളെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തടയിയാൽ മതി, അപ്പോൾ ആ രോഗം ശമനപ്പെടും. പരിശുദ്ധമായ ഖുർആൻ പറയാൻ, പാണ്ട് പിടിച്ചവനെയൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തലോടിയാൽ മതി, പരിപൂർണ്ണ ശമനം വരും. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ സൂഫി ഔലിയാക്കളുടെ സവിധത്തിലെത്തിയാൽ അവർ ഇജാസത്ത് കൊടുക്കുന്നത്, രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ 3 യാസീൻ ഓതണം. 1 ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഏറ്റവും വലിയ പ്രവാചകരാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നബി തങ്ങളെ ചികിത്സിച്ചാൽ പിന്നെ വേറൊരാൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. 1 നബിക്ക്, 2 ഈസാ നബിക്ക്, 3 ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, ഏർവാടിയിലടങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷിക്ക്. ഇങ്ങനെ 3 യാസീൻ ഡെയിലി വെച്ച് ഓതിയാൽ എല്ലാ അസുഖങ്ങൾക്കും ശമനമാണ്. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. മാറാവ്യാധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ യാസീൻ നിത്യമാക്കണം. 3 യാസീൻ. 1 മുഹമ്മദ് നബിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഈസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി, 3 ഇബ്രാഹിം അൽ ബാദിഷൽ എർവദി, ഏർവാടിയിൽ ഇറങ്ങിയിരിക്കുന്ന ഇബ്രാഹിം ബാദിഷയ്ക്ക് വേണ്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റ് യാസീനുകളും സൂറത്തുകളും ഖുർആനും ഒന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല, അതൊക്കെ ചെയ്തോളിന്. അതോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്താൽ കൂടുതൽ ഫലമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര സംഭവമാണ്. അങ്ങനത്തെ ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറയാൻ, അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അയച്ചത്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ.
ലോകത്തേക്ക് മുഴുവനുമായിട്ടല്ല. എവിടേക്ക് മാത്രമാണ്? ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രമാണ് ഈസാ നബി അയച്ചത്. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. ഇസ്രായേലിന് പുറത്തുകൂടി നടന്നു പോകവേ കർത്താവാകുന്ന യേശുവിനോട് അടുക്കൽ വന്നുകൊണ്ട് വൃദ്ധയായ ഒരു സഹോദരി ചോദിച്ചു, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങിയ കർത്താവിന്റെ പിറകെ അലമുറയിട്ടുകൊണ്ട് പെണ്ണുകൂടുകയാണ്. വൃദ്ധയാകുന്ന സഹോദരി, കർത്താവെ, ദാവീദ് പുത്ര, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. തൊട്ടുപുറകെ വന്നുകൊണ്ട് അഗ്നാട്ടിലെ അപ്പോസ്തലന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്ര, ഈ വൃദ്ധയാകുന്ന സഹോദരിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ആശീർവദിച്ചാലും സമാധാനിപ്പിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ഇങ്ങനെ മൊഴിഞ്ഞുവത്രേ, ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേലിന് പുറത്തുകൂടിയുള്ള പോകവിൽ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് എന്നെ ദൈവം നിയോഗിച്ചത്. ഇസ്രായേലിന് പുറത്തുള്ളവർക്ക് സുവിശേഷ പ്രസംഗം നടത്താൻ എന്നെ ദൈവം നിശ്ചയിച്ചിട്ടില്ല. മത്തായി സുവിശേഷം 15-ാം ഖണ്ഡം 23, 24, 25 വചനം. എന്നിട്ട് ഒരു വാക്കുകൂടി അദ്ദേഹം പൂർത്തീകരിച്ചു. എന്ത്? ഇസ്രായേലിന് പുറത്തുള്ള ജനതയ്ക്ക് സുവിശേഷ പ്രസംഗം നടത്തിയാൽ ഇസ്രായേലിലെ ജനതയ്ക്കുള്ളതാകുന്ന അപ്പക്കഷ്ണം നായകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലാക്കാൻ അവരുടെ പുസ്തകത്തിൽ തന്നെ പറയാൻ. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് നിയോഗിച്ചത്? എവിടേക്ക് മാത്രമാണ്? ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്ക് പ്രബോധനം നടത്താൻ എന്നെ നിയോഗിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അത് തന്നെ ഖുർആനും പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായ വ്യക്തിയാണ്, ചൊരിയപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെ നാം നിയോഗിച്ചത് ഇസ്രായേലിലേക്ക് മാത്രമാണ്. ഇസ്രായേലിലേക്ക് മാത്രമാണ്. അവിടേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ സയ്യിദുനാ ഈസാ. എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് മുഴുവനുമായി കാരുണ്യമായി അയച്ചിട്ടുള്ളത് ഒരാളെയുള്ളൂ, ബൽഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഒഴികെ ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഗ്രാമമാണ്, ഗോത്രമാണ്, പട്ടണമാണ്, പ്രവിശ്യയാണ്. ലോകത്തേക്ക് മുഴുവനുമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ മാത്രം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ബേസിക്കായി നബിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്. നബി എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബി. ആ നബിയുടെ അനുയായികളാണ് ആര്? ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ തസവ്വജൂ അൽവദൂദ് അൽവദൂദ്, കൂടുതൽ പ്രസവിക്കുന്നവളും കൂടുതൽ സ്നേഹമുള്ളവളുമാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനി ഉബാഹി ബികും യൗമൽ ഖിയാമ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായവുമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോ എന്റെ സമുദായത്തിൻ്റെതാകുന്ന അളവ് കണ്ടുകൊണ്ട്, എന്റെ സമുദായത്തിന്റെ വ്യാപ്തി കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തസവ്വജൂ അൽവദ് വൽവലൂദൽ വദൂദ്. ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ. മുഹമ്മദ് റസൂലുള്ളാഹി. നാം ഒന്ന് നമുക്കൊന്നുള്ള ഏർപ്പാട് വേണ്ട. മക്കൾ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ, പ്രശ്നമില്ല. എന്താണ് കാരണം? മക്കൾ അധികരിക്കുക അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കുട്ടി കൂടി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ നീ കാരണമായി. നിനക്കും നിന്റെ ഭാര്യയ്ക്കും അള്ളാഹുവിൻ്റെ ഒരു തിരുനോട്ടം ഉണ്ടാകും.
മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തത് ഹബീബിന് വലിയ ഇഷ്ടമാണ്, മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണ്. കാരണം നാളെ മഹ്ശറിൽ എത്തുമ്പോൾ നബിയുടെ സമുദായം കൂടുതലായിട്ട് നബിയെ കാണുക എന്ന് പറയുന്നത് നബിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നബിയുടെ ഒരു പൊരുത്തം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മക്കള് എനിക്ക് ഉസ്താദ് 5 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം, എനിക്ക് 10 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. അല്ലാതെ എനിക്ക് വന്നേ ഉള്ളൂ ഉസ്താദെ നമ്മുടെ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഞാനിത് സാന്ദർഭികമായി ഉണർത്തിയതാണ്, ഇടയ്ക്കൊന്ന് ഉണർത്തിയെന്ന് മാത്രം. മനസ്സിലായി? നബിയുടെ സമൂഹം അധികരിച്ചതാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. എന്തിനാ പേടിക്കുന്നത്? ദാരിദ്ര്യത്തെ പേടിയാണോ? ഒന്നും പേടിക്കണ്ട. അതിനൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ള ഒരു എബിലിറ്റി എന്തായി പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എൻ്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്ത് നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോൾ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മള്, അല്ലേ? വേണ്ടാന്ന് പറയാ ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എൻ്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ പെൺമക്കളത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട് അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എൻ്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. സ്ത്രീകളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ, സൂറത്തുൽ വാഖിഅ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭർത്താവ് ഇതാ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പാതിരാത്രി സമയത്തും ഇതാ സൂറത്തുൽ വാഖിഅ നീ വീട്ടിലോതിയാൽ ദാരിദ്ര്യം നിർമാർജനമാണ്, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ അർത്ഥം കെട്ടിയന്മാര് ഖുർആനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിതൊന്നും വേണ്ട ഉസ്താദ് TV കണ്ടോളാൻ പറഞ്ഞൊന്നും അർത്ഥമല്ല. നമ്മൾ ഓതണം. അതോടൊപ്പം ആര് ഓതണം? സഹോദരിമാർ ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണം സൂറത്തുൽ വാഖിഅ. അവരോടാണ് കൽപ്പന അല്ലാഹുവിന്റെ റസൂലിൻ്റെത്. ഇന്ന് പക്ഷേ മിക്ക സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഉമ്മമാർ ഓതുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ ഓതുന്നുണ്ട്, മക്കളെ കൊണ്ട് ഓദിക്കുന്നില്ല. ഓദിക്കണം. പാപ്പായുടെ സ്കൂട്ടറും S3-യും S4-ഉം S5-ഉം ഒക്കെ എനിക്ക് താന്ന് പറയുന്ന മക്കള് പാപ്പാക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്തു കൊടുത്തൂടെ? സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പോംവഴിയാണ് എന്ത്? സൂറത്തുൽ വാഖിഅ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ വാഖിഅ ഓതുക.
അപ്പൊ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഉണ്ട് 11 പ്രാവശ്യം സുബൈ കഴിഞ്ഞ്, അതിനോടൊപ്പം എന്തും പറഞ്ഞു, സൂറത്തുൽ വാഖിയയും പറഞ്ഞു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വഫാത്തായി പോയി. പക്ഷേ അദ്ദേഹത്തിനോ കുടുംബത്തിനോ പെൺമക്കൾ അധികരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ജീവിതത്തിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് അള്ളാഹു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? സൂറത്തുൽ വാഖിയ അവർ ഡെയിലി പാരായണം ചെയ്യുമായിരുന്നു. നമ്മുടെ മക്കളോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആനോദനം ഖുർആനുമായി ബന്ധം വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഡീഷണലായി ഒരു ഹെൽപ്പർമാരെയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. നബിതങ്ങളുടെ കൂടെ സഹായത്തിന് ഞാനും കൂടെ ഒരാളും കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പറയാൻ വേണ്ട, നമ്മുടെ കൂടെ വരണ്ട, നബിയുടെ കൂടെ ആരുമില്ല, മുഹമ്മദ് നബി തരിച്ചാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഹെൽപ്പർമാർ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് ഭായ് ബക്കറ്റ് വിരിക്കണ്ടേ? ഉണ്ടോ? ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കുക. നമ്മുടെ സ്വതക്കകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു സ്വതക്ക സമാപന ദിവസമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ, കാര്യക്ഷമമാക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തമാശയും പാട്ടൊന്നും ഇല്ലല്ലോ, ഖുർആനും ഹദീസും വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്തുണ്ടാകും ഈ സദസ്സിൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ബക്കറ്റ് വരുമ്പോൾ ഒന്ന് കാര്യക്ഷമമാക്കി നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ 1000, 2000, 10,000, 25,000, ഒരു പവനൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയവർ, കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയവർ, രോഗശമനത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ നിയത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ നിങ്ങൾ നിയത്ത് എഴുതി അതിൽ കൊടുക്കുക. അവരുടെ സംഘാടകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നൽകുന്ന സ്വതക്ക പാരത്രിക ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന ഒരു ദിക്ർ പഠിപ്പിക്കും. ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലിയവനും ദിക്ർ ചൊല്ലിയവളുമായി ഗണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പ്രത്യേകത? എന്താ? ആ ദിക്ർ ചൊല്ലിയാൽ, ഇന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ ദിക്ർ ചൊല്ലിയവനും ചൊല്ലിയവളുമായി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? എല്ലാവരും ഒന്ന് ഒരാൾക്ക് മൗലാദിയിലേക്ക് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ളലംതു സുന്നത മൻ അഹ്യൽ-ളലാമ ഇലാ അൻ ഇസ്തകാത قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഒരു ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ബിൻ ഹുദൈർ എന്ന സഹാബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രി വല്ലാതെ കൂരിരുട്ടാണ്. നിലാവിന്റെ വെളിച്ചം അല്പനേരം ഉണ്ടായിരുന്നു. അല്പനേരം മുന്നോട്ട് പോയപ്പോ ആ നിലാവിന്റെ വെളിച്ചവും അസ്തമിച്ചു പോവുകയാണ്. അതാ കൂരിരുട്ടൂടെ നടന്നു പോകവേ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വലത് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി തന്റെ കൈയങ്ങ് പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചേരും.
ാണ് ഇഴജന്തുക്കളുള്ള കാട്ടിലൂടെ അതാ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നണയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാര് ചോദിച്ചു പോയി, നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇത്രത്തോളം ഈ കൂരിരുട്ടിൽ ഒരു ടോർച്ചിനേക്കാൾ പ്രഭ പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ സത്യം തുറന്നു പറയുകയാണ്. എന്റെ ഈ കൈ പ്രകാശിക്കാനുള്ള കാരണം എന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ തൃക്കരത്തിലേക്ക് എന്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട് ലഅന്നീ മാമസിസ്തു ബിയദി ദക്കരീ മുൻദു അന്നീ ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എൻ്റെ ഈ വലത് കൈ കൊണ്ട് ഇന്ന് വരെ എൻ്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. എൻ്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ എൻ്റെ വലത് കൈ സ്പർശിച്ചിട്ടില്ല. മാമസിസ്തു ബിയദി, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബിദക്കരി, എൻ്റെ ദക്കറിലേക്ക്, എൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് എൻ്റെ വലത് കൈ ഞാൻ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഏത് സമയം മുതൽക്കെന്നറിയുമോ? മുൻദു അന്നീ ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എന്റെ കൈയൊന്നടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം, ഞാൻ ഇന്ന് വരെ എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എന്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എന്റെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങൾ മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബ്ദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വത്വാഅ, അലയ്യ ബിസ്സമഇ വത്വാഅ, നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബൈഅത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിൽ അടിച്ച് ബൈഅത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എന്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എന്റെ കൈ പ്രകാശിക്കുകയാണ്. കഴിക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും ഹൃദയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെവികളിൽ, എത്രയോ പാവപ്പെട്ട സഹോദരന്റെ കാതുകളിൽ ഇതാ മുഴങ്ങി കേൾക്കുന്നത് അശ്ലീലതയാണ്, സിനിമാ പാട്ടുകളാണ്. എത്രയോ സഹോദരങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമകളാണ്, സിനിമാ പാട്ടുകളാണ്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതിന് പകരം, ഖുർആൻ കേൾക്കേണ്ടതിന് പകരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരില്ലയോ? സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരില്ലയോ? അശ്ലീലമാക്കപ്പെട്ട സിനിമകളും ഗാനങ്ങളും കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? എത്രയോ മോശപ്പെട്ട പ്രവണതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആൻ
ദുന്യാനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ മുസ്ലിമേ, കേൾക്കാൻ തയ്യാറാവണേ പെങ്ങളെ. ഖുർആൻ കേൾക്കുന്നവരുണ്ടോ, ഖുർആൻ ഓതുന്നവരുണ്ടോ, അവരൊക്കെ ഭൗതികവും ആത്മീയവുമാകുന്ന ലോകത്ത് രക്ഷയാണ്, രക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബിതങ്ങളെ കുറിച്ചുള്ളതായ മദ്ഹ് കീർത്തനങ്ങൾ കേൾക്കാൻ ഇന്ന് കാതുകളില്ല, ചൊല്ലാൻ ഇന്ന് നാവങ്ങളില്ല, പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ ഇന്ന് നാവുകളില്ല. നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ അശക്തമാക്കിയതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കണ്ടയോ മുസ്ലിമേ, പ്രകീർത്തിക്കണ്ടയോ? ലോകത്തിന്റെ നായകനാരാണ്? നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷാ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. കൂരിരുട്ടാണ് എൻ്റെ റൂം, ചെറിയ വീടാണ്. ഇന്നത്തെ പോലെ ലൈറ്റുകളില്ല, ഇന്നത്തെ പോലെ ബൾബുകളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. കരണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് തപ്പുകയാണ്, തിരയുകയാണ്, എൻ്റെ സൂചി തിരയുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബായ നബിതങ്ങൾ അതാ കടന്നു വരുകയാണ്, കടന്നു വരുകയാണ്. നബിതങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലയോ, ആയിഷാ ബീവി അല്ലയോ? നബിയുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആ പ്രകാശത്താൽ, പ്രകാശത്തിന്റെ ശോണിമയാൽ നബിതങ്ങൾ അതാ കടന്നു വന്നപ്പോ എൻ്റെ റൂമിന്റെ നിലത്ത് കടന്നുകൊണ്ട് തിരയുന്ന സൂചി എനിക്ക് നല്ലതുപോലെ കാണാൻ സാധിച്ചുവെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാ. ആ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിത്വമാണോ? നൂറുൻ അലാ നൂർ, പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രവാചകന്റെ വലത് കൈ എൻ്റെ വലത് കൈയിലേക്കൊന്ന് 10 സെക്കൻഡ് വെച്ചപ്പോ ഇതാ എൻ്റെ കൈ ഇതാ പ്രകാശിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് പോലെയെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഇസാബ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലേക്ക് ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. കഴിഞ്ഞു. അടുത്ത സ്വഹാബി വീണ്ടും വെക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. ഇതാണ് എന്ത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിപ്പിടിച്ച് 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കാന്നല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കൈയടിക്കലോടുകൂടി ഞാൻ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചു. നബിയുടെ കൈ വെച്ച കൈയല്ലേ, ഞാൻ പിന്നീട് ഇന്ന് വരെ എൻ്റെ ജനനേന്ദ്രിയത്തിൽ ഈ വലത് കൈ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സൂക്ഷ്മതയാണ്. സൂക്ഷ്മത അങ്ങനെ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്ത് പറ്റി? അതിന്റെ പ്രകാശം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ പ്രകാശിക്കുക. രാത്രി വഴി കൂടെ പോകുമ്പോൾ ട്യൂബ് ലൈറ്റ് കൈ. നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആരാൻ? നവവി ഇമാം ആരാൻ? നബി തങ്ങളെ മഹബത്ത് വെച്ച വ്യക്തി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം കിതാബ് രചിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളക്കണഞ്ഞു പോയി, വിളക്ക് പെട്ടെന്നണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ വെച്ചു വന്നാണ്. വിരൽ ഉടനെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളിലുണ്ട്, നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളതാകുന്ന മരങ്ങൾ, അതിൻ്റെ ശിഖരങ്ങൾ ഇതാ ഈ നിൽക്കുന്ന വൃക്ഷം പോലെ വന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് താന്ന് കൊടുത്തു. എന്നിട്ട് ആ ശിഖരങ്ങൾ മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ ഞാൻ കിതാബ് എഴുതി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ എവിടുന്ന പ്രകാശം കിട്ടിയത്? മുഹമ്മദ് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെന്ത് വേണ്ട, സോളാറൊന്നും വേണ്ട, വഴിയില്ല, നമ്മുടെ കൈമതി. നമ്മൾ നബിയിലേക്ക് അങ്ങ് അടുക്കണം, ലയിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിലൂടെ എടുക്കണം, ദിക്റിലൂടെ എടുക്കണം, നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ എടുക്കണം. എത്ര സുന്നത്ത് എടുക്കാൻ കഴിയും നമുക്ക്? തലയിൽ തൊപ്പി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വലിയ മടിയാണ് മിക്കവർക്കും, വലിയ മടിയാണ്. നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് മടിയാണ്, അല്ലേ?
താടി ഒന്ന് വെക്കാൻ മടിയാ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഏതൊക്കെ കോലങ്ങൾ കെട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും. നടന്മാരാരോ താടി വെച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ താടി വെച്ചു. ഇപ്പൊ ഏതോ ഒരു നടൻ വടിച്ച് കണ്ണാടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ എന്തായി വടിച്ച് കണ്ണാടിയിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി നമ്മുടെ സമൂഹം? അത് സുന്നത്തുകൾ, നബിയുടെ സുന്നത്തെടുക്കാൻ മടി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നബിയുടെ സുന്നത്തെടുക്കാൻ പറയുമ്പോൾ ഉസ്താദെ താടി വെച്ച എനിക്ക് ചൊറിയ ഉസ്താദ് എന്നാ പറയുന്നത്. സിനിമാ നടന്മാർ വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അപ്പോൾ അവന് ഉടനെ തന്നെ ഉപ്പിൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ സീരിയൽ നടിമാരുടെ വസ്ത്രം, അവരുടെ ആഭരണങ്ങൾ അതേ മോഡൽ തന്നെ പോയി ചോദിച്ചു വാങ്ങി അത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇസ്ലാമിക വസ്ത്രവിധാരണം പറയുമ്പോൾ ഉടനെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വ്യക്തിയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പറെ പോലും അള്ളാഹു വെച്ചിട്ടില്ല. അഡീഷണൽ ഹെൽപ്പർ വേണ്ട ആർക്ക്? ഹബീബ് റസൂലുള്ളാഹി. ലോകത്ത് മറ്റുള്ള എല്ലാവർക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രം എണ്ണുകയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ അത് 5 പേരാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, മദ്രസയിൽ പഠിച്ചതാണ് പണ്ട്, മദ്രസയിൽ പഠിച്ചവര്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, 5 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് 5 പേര്? ഈ 5 പേരും മുഹമ്മദ് നബി ഒഴികെയുള്ള ബാക്കിയുള്ളതാകുന്ന ഉലുൽ അസ്മിൽപ്പെട്ട 4 ആളുകളെയും എടുത്തു പരിശോധിക്കാം. ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇവരല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ, മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠതയുള്ള 5 ആളുകൾ. ഈ 5 ആളുകളെ തന്നെ പഠിച്ചാൽ മതി. അതിൽ 4 ആളുകളെ പഠിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്നുള്ളത് പഠിക്കും. ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ. നൂഹ് നബിക്ക് അഡീഷണൽ ഹെൽപ്പർ ആയിരുന്നു ആര്? സാം ബിൻ നൂഹ് അലൈഹി ഇസ്ലാം. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പറയുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്തൊരു വസ്തുതയാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. നൂഹ് നബിയുടെ മക്കളെയല്ലേ ഇത് എവിടെ കുത്തുന്നത്? വെള്ളത്തിൽ മുക്കി കൊന്നത്. പിന്നെ എങ്ങനെയാ അദ്ദേഹം പ്രവാചകനായത്? എന്താ ഉസ്താദ് പറയുന്നത്? അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നൂഹ് നബിയുടെ മക്കൾ 3 ആളുകളാണ്. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. എത്ര മക്കളായി? 3 പേരായി. ശ്രദ്ധിക്കണം. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. നൂഹ് നബിയുടെ മൂത്ത മകനാണ്. നൂഹ് നബിയുടെ മൂത്ത മകനാണ് ആര്? സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ഉറക്കെ പറയും. സാം അലൈഹിസ്സലാം നൂഹ് നബിയുടെ മകനാണ്. അദ്ദേഹം ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ അഡീഷണൽ ഹെൽപ്പറായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ആർക്ക്? നൂഹ് നബിക്ക് തന്നെ അഡീഷണൽ ഹെൽപ്പറാണ് മകൻ. അപ്പൊ ഒരാളെ മാറ്റി നിർത്തി. അടുത്തയാള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് കുറെ മദ്ഹ് പറയാനുണ്ട് നബിയുടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ.